അപ്പോൾ ഷോപ്പിംഗ് ഒരാഴ്ചത്തേക്കുള്ള സാധനം മേടിക്കാനായിട്ട് ഗ്യോമൂലിക്ക് വന്നതാണ്. അപ്പോൾ ആദ്യമേ കയറി വരുമ്പോൾ തന്നെയാണ് നമ്മുടെ മധുരക്കിഴങ്ങ് ഇരിക്കുന്നത്. സോ മധുരക്കിഴങ്ങ് എപ്പോഴും എടുക്കുന്നതാണ് ഒരു പാക്കറ്റ്. ഒരാഴ്ചത്തേക്ക് സുഖമായിട്ട് മേടിക്കാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ മധുരക്കിഴങ്ങ് എടുത്തു. വെളുത്തുള്ളി 199 തന്നെയാണ് കേട്ടോ 3 എണ്ണം. പിന്നെ പിങ്ക് സവോള, പക്ഷേ ടേസ്റ്റ് ആണെങ്കിലും മുടിഞ്ഞ വിലയാണ്. ഒരെണ്ണത്തിന് 150. നമ്മളത് എടുത്തില്ല, അവിടെ വെച്ചു. ഉരുളൻകിഴങ്ങ് 245 ടാക്സ് എടുക്കും. പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ക്യാരറ്റ് എടുത്തില്ല കേട്ടോ. തക്കാളി ആസ് യൂഷ്വൽ 250 എൻ്റെ അടുത്ത് വരും. 252 എടുത്തു. സവോള ഇതാണ്ട് അടുത്ത് ചൈനീസ് സവോള, തൊലി കളഞ്ഞ് പാക്ക് ചെയ്തത്. പിന്നെ സ്പ്രിങ് ഒണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചിക്കൻ ഇതാണ് എടുക്കാറ്, പ്രോസസ്ഡാണ്. 2 കിലോ 1050 പ്ലസ് ടാക്സസ്. പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് ചിക്കൻ കഴിക്കൽ കുറച്ച് വെച്ചേക്കാണ്. പിന്നെ ഇറച്ചിയുടെ റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 7 മണി കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ നാളെ എക്സ്പയർ ആവുന്ന സാധനം ഇന്ന് പാതിയിൽ കിട്ടിയേനെ. ഇത് മിൽക്കാണ്, മിൽക്ക് എടുത്ത് വരണം. പിന്നെ ബ്രെഡ് ഒരു പാക്കറ്റ്. തണ്ണിമത്തൻ്റെ വില കണ്ടോ, ഈ ഒരു പീസ് തണ്ണിമത്തൻ്റെ വിലയാണ് 862 yen. വേനലായതുകൊണ്ട് തണ്ണിമത്തനൊക്കെ വരാൻ തുടങ്ങി. ഫ്രോസൺ ചിക്കനാണ് എടുത്തത്. ഇതുവരെ മേടിച്ച് നോക്കിയിട്ടില്ല, കഴിച്ച് നോക്കിയിട്ട് അറിയണം വയറ് സീനാവില്ലെന്ന്. യോഗട്ട് 2 എടുത്തു. പഞ്ചസാര, പിന്നെ കോഴിമുട്ട വിട്ടൊരു കളിയില്ല, കോഴിമുട്ട ഇല്ലാണ്ട് പറ്റത്തില്ല. സോ ലാർജ് തന്നെ എടുത്തിട്ടോ, 20 എണ്ണം ഒരാഴ്ചത്തേക്ക്. പ്രോട്ടീൻ. സോ എല്ലാം കൂടി ഒരു 3-നുള്ളിൽ ഒതുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 3,200 സംതിങ് ആയി. ഈ വട്ടം 3-ൽ നിർത്താൻ പറ്റിയില്ല. ടോട്ടൽ 3,241 yen.